ഹായ് ഫ്രണ്ട്സ്, കൊമേഴ്സ് കോളേജ് ലെക്ചറർ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ കൊമേഴ്സിൻ്റെ HSST ഇൻ്റർവ്യൂവിന് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടും കൊമേഴ്സുമായി ബന്ധപ്പെട്ട മറ്റ് എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിലെ പ്രധാനപ്പെട്ട കുറച്ച് കോൺസെപ്റ്റ്സുകളാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്, ടൈപ്പ് 1 എറർ ആൻഡ് ടൈപ്പ് 2 എറർ, ഡിഗ്രി ഓഫ് ഫ്രീഡം, ക്രിട്ടിക്കൽ റീജിയൻ, അനാലിസിസ് ഓഫ് വേരിയൻസ്, പ്രോബബിൾ എറർ, ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ്, സാമ്പിൾ സ്പേസ് തുടങ്ങിയ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൽ നിന്നും തിരഞ്ഞെടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് കോൺസെപ്റ്റ്സുകൾ അതെങ്ങനെയാണ് അതിനെ ഡിഫൈൻ ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. നമുക്കറിയാം, കൊമേഴ്സ് കോളേജ് ലെക്ചർ എക്സാം ഡിസ്ക്രിപ്റ്റീവ് മോഡിലാണ് വരാൻ ചാൻസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ കൺസെപ്ച്വലായിട്ടുള്ള ക്വസ്റ്റ്യൻസിനാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടതും ഇങ്ങനെയുള്ള ടെക്നിക്കൽ ടേംസുകളാണ് നമ്മൾ കൂടുതൽ പഠിച്ചു വെക്കേണ്ടതായിട്ടുള്ളത്. അതുപോലെ തന്നെ ഇൻ്റർവ്യൂ, HSSTയുടെ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഈ രീതിയിലുള്ള വളരെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്സുകളാണ് ചോദിക്കാൻ കൂടുതലായിട്ടും ചാൻസ് ഉള്ളത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആണ്. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഫോർ റിജക്റ്റിംഗ് നൾ ഹൈപ്പോത്തിസിസ് വെൻ ഇറ്റ് ഈസ് ട്രൂ. ഈ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ് എന്നുള്ള ഏരിയയിൽ നിന്നും സെലക്ട് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പ്രോബബിലിറ്റി ഫോർ റിജക്റ്റിംഗ് നൾ ഹൈപ്പോത്തിസിസ് വെൻ ഇറ്റ് ഈസ് ട്രൂ, അതായത് ഒരു റിസർച്ചർ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിൽ ഡിസിഷൻ എടുക്കുന്ന സമയത്ത് നൾ ഹൈപ്പോത്തിസിസ് ട്രൂ ആയിട്ടും ആ ഒരു നൾ ഹൈപ്പോസിനെ റിജക്റ്റ് ചെയ്യാനുള്ള പ്രോബബിലിറ്റിയെയാണ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. ഒരു റിസർച്ചർ പ്രീ ഡിറ്റർമൈൻ ചെയ്യുന്ന, അതായത് അയാൾ മുൻകൂട്ടി തീരുമാനിക്കുന്നതാണ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ ആൽഫ, ഈ റിജക്റ്റിംഗ് നൾ ഹൈപ്പോത്തിസിസ് വെൻ ഇറ്റ് ഈസ് ട്രൂ എന്നുള്ളതിനെ ആൽഫ എന്നാണ് ഡിനോട്ട് ചെയ്യുക. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ആൽഫ എന്നും ഇതിനെ പറയാറുണ്ട്. ഇനി നമ്മൾ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് സാധാരണ രീതിയിൽ 5% അല്ലെങ്കിൽ 1% എന്നൊക്കെയാണ് കാണാറുള്ളത്. ഈ 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്, ഇറ്റ് മീൻസ് ഇൻ ദി ലോങ് റൺ റിസർച്ചർ റിജക്റ്റിംഗ് നൾ ഹൈപ്പോത്തിസിസ് 5 times ഔട്ട് ഓഫ് എവറി 100 times. ഒരു റിസർച്ചർ 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു റിസർച്ചറെ സംബന്ധിച്ചിടത്തോളം 100 തവണ അയാൾ ഡിസിഷൻ മേക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ 5 തവണ ഈ ഒരു എറർ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതായത് നൾ ഹൈപ്പോത്തിസിസ് ട്രൂ ആയിട്ടും അതിനെ റിജക്റ്റ് ചെയ്യാനുള്ള ചാൻസ് 5 തവണയാണ്. 100 തവണ അയാൾ ഡിസിഷൻ എടുക്കുന്ന സമയത്ത് 5 തവണ അയാൾ നൾ ഹൈപ്പോസിസ് ട്രൂ ആണെങ്കിലും അതിനെ റിജക്റ്റ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി അല്ലെങ്കിൽ പോസിബിലിറ്റി ഉണ്ട്. അതിനെയാണ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ പ്രോബബിലിറ്റി ഓഫ് ടൈപ്പ് 1 എറർ എന്ന് പറയാറുണ്ട്. അപ്പോൾ നമുക്ക് ടൈപ്പ് 1 എററും ടൈപ്പ് 2 എററും വിശദമായിട്ട് നോക്കാം എന്താണെന്നുള്ളത്. ടൈപ്പ് 1 എറർ എന്ന് പറയുന്നത് റിജക്റ്റിംഗ് H0 വെൻ ഇറ്റ് ഈസ് ട്രൂ. ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, H0 ട്രൂ ആയിട്ടും അതിനെ റിജക്റ്റ് ചെയ്യാനാണ് ടൈപ്പ് 1 എറർ എന്ന് പറയുന്നത്. ടൈപ്പ് 2 എറർ എന്ന് പറയുന്നത് അക്സെപ്റ്റിംഗ് H0 വെൻ ഇറ്റ് ഈസ് ഫാൾസ്. അതായത് H0 ഫാൾസ് ആയിട്ടും അതിനെ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ടൈപ്പ് 2 എറർ എന്നാണ് പറയുക. ഇത് നിരന്തരമായിട്ട് ഇൻ്റർവ്യൂവിനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ടൈപ്പ് 1 എററും ടൈപ്പ് 2 എററും. അപ്പോൾ ഇതിൽ ഏറ്റവും സിവിയർ ആയിട്ടുള്ള, ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള എറർ എന്ന് പറയുന്നത് ടൈപ്പ് 2 എററാണ്. കാരണം അത് ലോങ് റണ്ണിൽ അത് നെഗറ്റീവായിട്ട് വരുന്നത് കൊണ്ടാണ് നമ്മളതിനെ സിവിയർ അല്ലെങ്കിൽ ഡേഞ്ചർ ആയിട്ടുള്ള എറർ എന്ന് പറയുന്നത്. അത് ടൈപ്പ് 2 എററാണ്. ഇതിൽ ആൽഫ എന്ന് ഡിനോട്ട് ചെയ്യുന്നത് ടൈപ്പ് 1 എററാണ്. ഈ ടൈപ്പ് 1 എററിൻ്റെ പ്രോബബിലിറ്റിയാണ് നമ്മൾ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് സാധാരണ രീതിയിൽ 5%ഉം 1%ഉമാണ് ഉണ്ടാവുക. ദെൻ ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ്. ഡിഗ്രി ഓഫ് ഫ്രീഡം നമ്മൾ സാധാരണ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിൽ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കൽ ടേമാണ് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. Degree of freedom is defined as the number of independent observations which is obtained by subtracting the number of constraints from the total number of observations. Degree of freedom എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് ഒബ്സർവേഷനെയാണ് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുക. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം ഈസ് ഡിഫൈൻഡ് ആസ് ദി നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഒബ്സർവേഷൻസ്. ഒരു റിസർച്ചർ സ്റ്റാറ്റിസ്റ്റിക് ടെസ്റ്റ് നടത്തുന്ന സമയത്ത് അതിൽ വരുന്ന അയാളുടെ ഒബ്സർവേഷനിലെ ഇൻഡിപെൻഡൻറ്റ് ഒബ്സർവേഷനെയാണ് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയാം. അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ബൈ സബ്ട്രാക്റ്റിംഗ് ദി നമ്പർ ഓഫ് കൺസ്ട്രെയിൻസ് ഫ്രം ദി ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസിൽ നിന്നും നമ്പർ ഓഫ് കൺസ്ട്രെയിൻസിനെ മൈനസ് ചെയ്യുന്നതാണ് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്.
പിന്നെ വരുന്നതാണ് ക്രിട്ടിക്കൽ റീജിയൻ. ക്രിട്ടിക്കൽ റീജിയൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇതും ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. 2 റീജിയനാണുള്ളത്, അക്സെപ്റ്റൻസ് റീജിയനും അതേപോലെ തന്നെ ക്രിട്ടിക്കൽ റീജിയനുമാണുള്ളത്, അല്ലെങ്കിൽ റിജക്ഷൻ റീജിയൻ. അക്സെപ്റ്റൻസ് റീജിയൻ എന്നും റിജക്ഷൻ റീജിയൻ എന്നും 2 രീതിയിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇഫ് ദി കമ്പ്യൂട്ടഡ് വാല്യൂ ഓഫ് ദി ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ഫാൾസ് ഇൻ ദി റിജക്ഷൻ റീജിയൻ, റിജക്റ്റ് ദി നൾ ഹൈപ്പോത്തിസിസ്. അതായത് നമ്മുടെ ടെസ്റ്റ് വാല്യൂ, സ്റ്റാറ്റിസ്റ്റിക് വാല്യൂ റിജക്ഷൻ റീജിയനിലാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു നൾ ഹൈപ്പോത്തിസിനെ റിജക്റ്റ് ചെയ്യുന്നു. റിജക്ഷൻ റീജിയൻ ഈസ് നോൺ ആസ് ക്രിട്ടിക്കൽ റീജിയൻ. ഈ ഒരു റിജക്ഷൻ റീജിയനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ റീജിയൻ എന്ന് പറയുന്നത്. ക്രിട്ടിക്കൽ റീജിയൻ കറസ്പോണ്ട്സ് ടു എ പ്രീ ഡിറ്റർമൈൻഡ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. അതായത് ഈ ക്രിട്ടിക്കൽ റീജിയൻ എന്ന് പറയുന്നത് നമ്മുടെ മുൻകൂട്ടി തീരുമാനിക്കുന്ന, അതായത് പ്രീ ഡിറ്റർമൈൻഡ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻ്റ് ആണ്. ഈ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫയാണെന്ന് നമ്മൾ പറഞ്ഞു. ദറ്റ് മീൻസ് പ്രോബിലിറ്റി ഓഫ് ടൈപ്പ് 1 എററാണ്. ഈ ടൈപ്പ് 1 എററാണ് എന്തെന്ന് പറയുന്നത് ആ ഒരു റിജക്റ്റിംഗ് നൾ ഹൈപ്പോത്തിസിസ് വെൻ ഇറ്റ് ഈസ് ട്രൂ. അപ്പം ആ ഒരു ടൈപ്പ് 1 എറർ വരുന്ന പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിന് കറസ്പോണ്ടാണ് നമ്മുടെ ക്രിട്ടിക്കൽ റീജിയൻ എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് അനോവയാണ്, അനാലിസിസ് ഓഫ് വേരിയൻസ്. ഇത് നമ്മൾ ടെസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് തന്നെ വരുന്നതാണ്. അനാലിസിസ് ഓഫ് വേരിയൻസ് എന്താണെന്ന് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. പക്ഷെ നമുക്ക് എങ്ങനെയാണ് അത് ഡിഫൈൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവർ ചോദിക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് അതിന് മറുപടി കൊടുക്കാൻ പറ്റുക? വാട്ട് ഈസ് അല്ലെങ്കിൽ ഡിഫൈൻ അനാലിസിസ് ഓഫ് വേരിയൻസ് എന്ന് പറയും. എ ടെക്നിക് which analyzes the variance of 2 or more samples for determining the significance of differences in their arithmetic means and for determining whether different samples under study are drawn from same population or not with the help of F-test. അതായത് അനാലിസിസ് ഓഫ് വേരിയൻസ് എന്ന് പറയുന്ന ഒരു ടെക്നിക്കാണ്. അനാലിസിസ് ദി വേരിയൻസ് ഓഫ് 2 or more samples അല്ലെങ്കിൽ ഒരു സീരീസ് ഓഫ് ഡാറ്റ. സീരീസ് ഓഫ് ഡാറ്റയെ 2 or more സീരീസ് ഓഫ് ഡാറ്റ അല്ലെങ്കിൽ 2 or more സാമ്പിൾസിനെ അതിൻ്റെ വേരിയൻസ് അനാലിസ് ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ്. എന്താണ് ഇവിടെ ഡിറ്റർമൈൻ ചെയ്യുന്നത് നോക്കാം. അതായത് ഡിറ്റർമിനിങ് ദി സിഗ്നിഫിക്കൻസ് ഓഫ് ഡിഫറൻസസ് ഇൻ ദെയർ അരിതമെറ്റിക് മീൻസ്. അതായത് അരിതമെറ്റിക് മീൻസ്, ഈ സാമ്പിൾസിൻ്റെ അരിതമെറ്റിക് മീൻസ് തമ്മിൽ സിഗ്നിഫിക്കൻ്റ് ഡിഫറൻസ് ഉണ്ടോ എന്നുള്ളത് അനാലിസ് ചെയ്യുക. അതുപോലെ തന്നെ രണ്ടാമത് ഡിറ്റർമൈൻ ചെയ്യുന്ന കാര്യം ഡിറ്റർമിനിങ് വെദർ ഡിഫറെൻറ്റ് സാമ്പിൾസ് അണ്ടർ സ്റ്റഡി ആർ ഡ്രോൺ ഫ്രം സെയിം പോപ്പുലേഷൻ ഓർ നോട്ട്. നമ്മൾ എടുത്തിട്ടുള്ള സാമ്പിൾസ് സെയിം പോപ്പുലേഷനിൽ നിന്നാണോ അല്ലയോ എന്ന് ഡിറ്റർമിൻ ചെയ്യാം. ഈ 2 പർപ്പസിനാണ് അനാലിസിസ് ഓഫ് വേരിയൻസ് ഉപയോഗിക്കുന്നത്. ഒന്നുകൂടി പറയാം, അനാലിസിസ് ഓഫ് വേരിയൻസ് ഉപയോഗിക്കുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, നമ്മൾ എടുത്തിട്ടുള്ള സാമ്പിൾസിൻ്റെ അരിതമെറ്റിക് മീനുകൾ തമ്മിൽ സിഗ്നിഫിക്കൻ്റ് ഡിഫറൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ സ്റ്റഡിക്ക് വേണ്ടി എടുത്തിട്ടുള്ള സാമ്പിൾസിൽ അത് സെയിം പോപ്പുലേഷനിൽ നിന്നാണോ അല്ലയോ എന്ന് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഈ 2 കാര്യങ്ങൾ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അനാലിസിസ് ഓഫ് വേരിയൻസ്, അതിൻ്റെ വേരിയൻസ് അനാലിസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് F-ടെസ്റ്റ്. F-ടെസ്റ്റിൻ്റെ സഹായത്തോടു കൂടി ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കിനെയാണ് അനാലിസിസ് ഓഫ് വേരിയൻസ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ പറയാൻ പോകുന്നത് പ്രോബബിൾ എററാണ്. ഈ പ്രോബബിൾ എറർ എന്ന് പറയുന്നത് കോറിലേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കുമായി റിലേറ്റ് ചെയ്യുന്നതാണ്. കോറിലേഷൻ്റെ പ്രോബബിൾ എററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് പ്രോബബിൾ എറർ എന്ന് നോക്കാം. പ്രോബബിൾ എറർ, അതിന് നമ്മൾ ഷോർട്ടായിട്ട് PE എന്ന് പറയും. പ്രോബബിൾ എറർ ഓഫ് ദി കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർ വിച്ച് മെഷേഴ്സ് റിലയബിലിറ്റി ആൻഡ് ഡിപ്പെൻഡബിലിറ്റി ഓഫ് ദി വാല്യൂ ഓഫ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ. റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോറിലേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 or more വേരിയബിൾസ്, 2 അതിലധികമോ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ കോറിലേഷൻ എന്ന് പറയുന്നത്. ഇനി പ്രോബബിൾ എറർ എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ്റെ റിലയബിലിറ്റിയെയും ഡിപ്പെൻഡബിലിറ്റിയെയും മെഷർ ചെയ്യുന്നതിനെയാണ് പ്രോബബിൾ എറർ എന്ന് പറയുന്നത്. ഇവിടെ ഈ പ്രോബബിൾ എറർ എന്ന് പറയുന്ന വാല്യൂ, ആ വാല്യൂവിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ്റെ ആക്യുറസിയെ മെഷർ ചെയ്യുന്നത്. അത് എത്രത്തോളം സിഗ്നിഫിക്കൻ്റ് ആണ്, കോറിലേഷൻ കോഎഫിഷ്യൻ്റ് എത്രത്തോളം സിഗ്നിഫിക്കൻ്റ് ആണ് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻ്റ് അല്ല എന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ മെഷർ ചെയ്യുന്നത് പ്രോബബിൾ എററിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. If PE is added or subtracted from the coefficient of correlation, it would give 2 such limit within which we can reasonably expect the value of coefficient of correlation to vary. നമുക്ക് കിട്ടിയിരിക്കുന്ന കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ്റെ കൂടെ പ്രോബബിൾ എറർ ആഡ് ചെയ്യുകയും അതുപോലെ തന്നെ സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 ലെവൽ കിട്ടും.
ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ 0.6 ആണെങ്കിൽ പ്രോബബിൾ എറർ 0.2 ആണെങ്കിൽ നമ്മൾ ആ ഒരു 0.2 0.6ലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ 0.8 എന്ന് കിട്ടും. അതുപോലെ തന്നെ -a ആണെങ്കിൽ 0.4 എന്ന് കിട്ടും. അപ്പോൾ അതിനെ രണ്ട് ലിമിറ്റായി, ഒന്ന് 0.8 എന്നും അതുപോലെ തന്നെ 0.4 എന്നും രണ്ട് ലിമിറ്റായി. ഈ രണ്ട് ലിമിറ്റിൻ്റെ ഇടയിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ഇപ്പോൾ 0.6 ആണ്. അത് മാക്സിമം 0.8 വരെ അങ്ങോട്ട് വേരി ചെയ്യാനും അതുപോലെ തന്നെ 0.4 വരെ ഇങ്ങോട്ട് വേരി ചെയ്യാനും റീസണബിളി അത് വേരി ചെയ്യാം എന്നാണ് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത് പ്രോബബിൾ എററിൻ്റെ ആ ഒരു വാല്യൂ വെച്ചിട്ട്. അതിൻ്റെ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് പ്രോബബിൾ എറർ R ഈക്വൽ ടു 0.6745 ഇൻറ്റു 1 - r² ഡിവൈഡ് ബൈ √n എന്നുള്ളതാണ്. ഇതിൽ 1 - r² ഡിവൈഡ് ബൈ √n എന്നുള്ളത് സ്റ്റാൻഡേർഡ് എറർ എന്നാണ് നമ്മൾ നോർമലി പറയാറുള്ളത്. അതുകൊണ്ട് ഇത് ഈ ഫോർമുലയെ 0.6745 ഇൻറ്റു സ്റ്റാൻഡേർഡ് എറർ എന്നും പറയാറുണ്ട്. ഇനി ഇതിൻ്റെ ഇൻ്റർപ്രിറ്റേഷനിലേക്ക് പോവുകയാണെങ്കിൽ ദർ ഈസ് നോ കോറിലേഷൻ ബിറ്റ്വീൻ ദി വേരിയബിൾസ് ഇഫ് ദി വാല്യൂ ഓഫ് R ഈസ് ലെസ് ദാൻ പ്രോബബിൾ എറർ. പ്രോബബിൾ എററിനേക്കാൾ കുറവാണ് നമ്മുടെ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ്റെ വാല്യൂ എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ നോ കോറിലേഷൻ എന്നാണ് ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടത്. അതായത് അവിടുത്തെ ആ ഒരു കോറിലേഷൻ കോഎഫിഷ്യൻ്റ് നോട്ട് അറ്റ് ഓൾ സിഗ്നിഫിക്കൻ്റ് ആണ്, അത് സിഗ്നിഫിക്കൻ്റ് അല്ല എന്ന് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ദ കോറിലേഷൻ ഈസ് സെഡ് ടു ബി സർട്ടൈൻ വെൻ ദി വാല്യൂ ഓഫ് R ഈസ് 6 times മോർ ദാൻ ദി പ്രോബബിൾ എറർ. ദിസ് ഷോസ് ദാറ്റ് ദി വാല്യൂ ഓഫ് R ഈസ് സിഗ്നിഫിക്കൻറ്റ്. നമുക്ക് കിട്ടിയിരിക്കുന്ന കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ പ്രോബബിൾ എററിനേക്കാൾ 6 times, അത് 6 മടങ്ങ് കൂടുതലാണെങ്കിൽ ആ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ സിഗ്നിഫിക്കൻ്റ് ആണ്, സർട്ടൈൻ ആണ് എന്ന് നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. പ്രോബബിൾ എറർ എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ്റെ ആക്യുറസിയെ, റിലയബിലിറ്റിയെ, ഡിപ്പെൻഡബിലിറ്റിയെ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു വാല്യൂ ആണ് പ്രോബബിൾ എറർ എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ പറയുന്നത് ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് എന്നുള്ളതാണ്. ഈ ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് എന്നുള്ളത് റിഗ്രഷനുമായി ബന്ധപ്പെട്ടൊരു ടോപ്പിക്കാണ്. ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റിനെ റിഗ്രഷൻ ലൈൻ എന്ന് നമ്മൾ പറയാറുണ്ട്. ഗിവൺ ബൈവേരിയേറ്റ് ഡാറ്റ ആർ പ്ലോട്ടഡ് ഓൺ എ ഗ്രാഫ്, വി ഗെറ്റ് ദി സ്കാറ്റർ ഡയഗ്രാം. If the points of the scatter diagram concentrate around a straight line, that line is called line of best fit. അതായത് നമ്മൾ റിഗ്രഷൻ്റെ സമയത്ത് ഒരു സ്കാറ്റർ ഡയഗ്രാം വരയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് പഠിച്ചിട്ടുണ്ടാവും. നമുക്ക് കിട്ടിയിരിക്കുന്ന ബൈവേരിയേറ്റ് ഡാറ്റ, അതായത് രണ്ട് വേരിയബിൾസിൻ്റെ ഡാറ്റയെ ഒരു ഗ്രാഫിലേക്ക് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു സ്കാറ്റർ ഡയഗ്രാം നമുക്ക് കിട്ടും. സ്കാറ്റർ ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചിതറിക്കിടക്കുന്ന കുറേ പോയിന്റുകൾ ചിതറിക്കിടക്കുന്ന ഒരു ഡയഗ്രത്തിനെയാണ് സ്കാറ്റർ ഡയഗ്രാം എന്ന് പറയുന്നത്. If the points of the scatter diagram concentrate around a straight line, നമ്മൾ പ്ലോട്ട് ചെയ്തിരിക്കുന്ന ആ പോയിൻറ്റ്സുകൾ, ആ ഒരു സ്കാറ്റർ ആയിട്ടുള്ള പോയിൻറ്റ്സുകൾ ഒരു സ്ട്രൈറ്റ് ലൈനെ കോൺസെൻട്രേറ്റ് ചെയ്ത് വരികയാണെങ്കിൽ ആ ഒരു ലൈനെ പറയുന്നതാണ് ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റിഗ്രഷൻ ലൈൻ എന്ന് പറയുന്നത്. ഇറ്റ് ഷോസ് ഫങ്ഷണൽ റിലേഷൻസ് ബിറ്റ്വീൻ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് എന്ന് പറയുന്നത് ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും തമ്മിലുള്ള ഒരു ഫങ്ഷണൽ റിലേഷൻഷിപ്പിനെയാണ് ഷോ ചെയ്യിപ്പിക്കുന്നത്. ഇതാണ് ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് അല്ലെങ്കിൽ റിഗ്രഷൻ ലൈനിൻ്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ മീനിങ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. മറ്റൊരു കാര്യമാണ് സാമ്പിൾ സ്പേസ്. സാമ്പിൾ സ്പേസ് എന്നുള്ളത് നമ്മുടെ പ്രോബബിലിറ്റിയുടെ ഭാഗമായിട്ട് വരുന്ന ഒരു ടേമാണ് സാമ്പിൾ സ്പേസ്. നമ്മൾ സാമ്പിൾ പോയിൻറ്റും സാമ്പിൾ സ്പേസും ഇവൻറ്റും അങ്ങനെ ഒരുപാട് ടേമുകൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് സാമ്പിൾ സ്പേസ് ആണ്. സാമ്പിൾ സ്പേസ് ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ് ഈസ് ദി ടോട്ടാലിറ്റി ഓഫ് ഓൾ ദി എലമെൻ്ററി ഔട്ട്കംസ് ഓഫ് ദാറ്റ് റാൻഡം എക്സ്പെരിമെൻറ്റ്. ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിൽ ഉണ്ടാവുന്ന എലമെൻ്ററി ഔട്ട്കംസിൻ്റെ മൊത്തം ടോട്ടാലിറ്റിയാണ് നമ്മൾ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പം ഒരു കോയിൻ ടോസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഹെഡ് ആവാം അല്ലെങ്കിൽ ടെയിൽ ആവാം. അപ്പോൾ ഈ ഓരോ ഔട്ട്കത്തിനെയും നമ്മൾ ഇൻഡിവിജ്വലായിട്ട് സാമ്പിൾ പോയിൻ്റ് എന്നാണ് പറയുക. ഇപ്പോൾ ഹെഡ് വരികയാണെങ്കിൽ സാമ്പിൾ പോയിൻ്റ് എന്ന് പറയും, ടെയിൽ മറ്റൊരു സാമ്പിൾ പോയിൻ്റാണ്. ഈ രണ്ട് സാമ്പിൾ പോയിൻറ്റിനെയും ഒരുമിച്ച് പറയുന്ന, അതായത് ടോട്ടാലിറ്റി ഓഫ് ഔട്ട്കംസ്, ഈ ഔട്ട്കത്തിൻ്റെ ടോട്ടലിനെയാണ് നമ്മൾ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് ഹെഡ് കോമ ടെയിൽ എന്നുള്ളതാണ് ഇവിടുത്തെ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. അതായത് ടോട്ടൽ ഔട്ട്കത്തിനെയാണ് നമ്മൾ സാമ്പിൾ സ്പേസ് എന്ന് പറയാം. ഇതിന് മറ്റൊരു രീതിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, സെറ്റ് കണ്ടെയ്നിങ് ഓൾ സാമ്പിൾ പോയിൻ്റ് ഓഫ് ദാറ്റ് റാൻഡം എക്സ്പെരിമെൻറ്റ്. ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ സാമ്പിൾ പോയിൻറ്റുകൾ ഉൾക്കൊള്ളുന്ന, എല്ലാ സാമ്പിൾ പോയിൻറ്റുകൾ ഉൾക്കൊള്ളുന്ന ഒരു സെറ്റിനെയാണ് നമ്മൾ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്
ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിലെ പ്രധാനപ്പെട്ട ബേസിക് ആയിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റ്സുകളാണ്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.